വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കണം. എങ്ങനെയുണ്ട് ക്രിസ്മസ് ട്രീ? പൊളിയായിട്ടില്ലേ? ഇത്തവണ നമ്മൾ റെഡ് ഇല്ലാതെ വൈറ്റിലും ഗോൾഡനിലുമാണ് നമ്മൾ ക്രിസ്മസ് ട്രീ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഞാൻ വിഷ്ണുവിനായിട്ട് ഒരു വീഡിയോയിൽ തിരിച്ചു വരും നമ്മുടെ ലാസ്റ്റ് വീഡിയോയ്ക്ക് ശേഷം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അധികം സമയം എടുത്തില്ല കേട്ടോ ഇത്തവണ വിഷ്ണുവിനെ കൺവിൻസ് ചെയ്യാൻ. സാധാരണ കൺവിൻസ് ചെയ്യല്ല, ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ വിഷ്ണു റെഡിയായി വരാൻ. അതായത് സാധാരണ ഒരു 2 മാസം ഒക്കെ അല്ലെങ്കിൽ 2 to 3 മാസമൊക്കെ എടുക്കാറുണ്ട് അല്ലേ ഒരു വീഡിയോ ചോദിച്ചാൽ വിഷ്ണു മെൻ്റലി അതിക്ക് റെഡി ആയിട്ട് വരണം. അപ്പോൾ ഇത്തവണ അധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഏകദേശം ഒരു 1-1.5 ആഴ്ചയിൽ വിഷ്ണു സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു വീഡിയോൻ്റെ ടോപ്പിക്കാണ്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണത് ഗസ് ദ പ്രൈസ്. നമ്മുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളുടെ പ്രൈസ് വിഷ്ണു ഗസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ എന്തൊക്കെ സാധനങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നോ അതിൻ്റെ പ്രൈസ് എത്രയാണെന്നോ വിഷ്ണുവിന് കാര്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. ഉണ്ടോ? ഇല്ല. അതറിയാനുള്ളൊരു ചെറിയ ത്വരയായിരിക്കും ഈ വീഡിയോ ചെയ്യാൻ വിഷ്ണു ഇത്ര പെട്ടെന്ന് സമ്മതിക്കാനുള്ള കാരണം. അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റം ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന, നിങ്ങൾ വീഡിയോസിൽ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഓരോന്നായി നമുക്ക് പുറത്തെടുത്ത് വിഷ്ണു അതിൻ്റെ പ്രൈസ് ഗസ് ചെയ്യട്ടെ. എല്ലാ മാസവും ഞാൻ വീഡിയോയിൽ പറയാറുള്ള കാര്യമാണ്, എല്ലാ മാസവും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ബഡ്ജറ്റ് മാറ്റി വയ്ക്കാറുണ്ട്. എത്ര ബഡ്ജറ്റാണ് മാറ്റി വയ്ക്കാറുള്ളത് എന്നുള്ളത് വിഷ്ണുവിന് അറിയാം അല്ലേ? പക്ഷേ അത് ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നോ എന്തൊക്കെ കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് വിഷ്ണു അത്ര ബോധവടല്ല. ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, പക്ഷേ അത്രയധികം വിഷ്ണു അതിനെപ്പറ്റി ശ്രദ്ധിക്കാറില്ല. അത് എൻ്റെ ഒരു ബഡ്ജറ്റായിട്ട് എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ ചിലവാക്കുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ ഒരു ബഡ്ജറ്റിൽ ഒരു മാസമല്ല പല മാസങ്ങളിലായിട്ട് എൻ്റെ ബഡ്ജറ്റിൽ എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ നമ്മളിങ്ങനെ വാങ്ങിക്കുമല്ലോ. അങ്ങനെ വാങ്ങിയിട്ട് സ്ഥിരമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ട് ബ്രാൻഡ് ഷോപ്പ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. ഞാൻ 100 യൂറോയ്ക്ക് തന്നെ ഒരു സാധനം വാങ്ങിക്കുന്നതിനേക്കാൾ എനിക്ക് സമാധാനം, സന്തോഷം 20 യൂറോൻ്റെ 5 സാധനങ്ങൾ വാങ്ങിക്കുന്നതാണ്. ഓരോരുത്തർക്ക് ഷോപ്പ് ചെയ്യാൻ ഓരോ രീതി ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ എന്താണെങ്കിലും ലോങ്ങർ ടേം ഞാനൊരു സാധനം ഉപയോഗിക്കുന്നതിനേക്കാൾ എനിക്ക് മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ വില കുറഞ്ഞ സാധനം കുറച്ച് സമയം ഉപയോഗിച്ച് മാറ്റേണ്ടപ്പോൾ മാറ്റുക എന്നുള്ളൊരു രീതിയോടാണ് ഞാൻ കൂടുതൽ സ്റ്റിക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര വില കൂടിയ സാധനങ്ങളൊന്നും ഞാൻ അധികം വാങ്ങിക്കാറില്ല. എൻ്റെ കുട്ടി സാധനങ്ങളായിട്ട് കുറേ സാധനങ്ങളാണ് ഞാൻ വാങ്ങിക്കാറ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് ഈ ഒരു വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? എനിക്കെന്താ അഭിപ്രായം? എല്ലാം ഒന്ന് അറിയാനൊരു താല്പര്യമുണ്ട്. പിന്നെ ഇതൊക്കെ അറിഞ്ഞിട്ടിപ്പം നാളെ പരീക്ഷ ചോദിക്കാൻ പോകല്ലേ. അപ്പോൾ ഈ വീഡിയോക്ക് വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ട് വിഷ്ണു മൈക്ക് ഇട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത്ര മെല്ലെയാണ്. ഇല്ലില്ല, കാരണം അത് ഒറ്റ മൈക്കേ ഉള്ളൂ. അത് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ് ആണ്. എപ്പോൾ വിഷ്ണു ഇല്ല അതിന് ഇതേതൊരു സമയത്ത് നീ മൈക്കില്ലാതെ എന്നെ മൈക്ക് ഇടിച്ചിട്ടും ഞാൻ മെല്ലാണ് സംസാരിക്കുന്നത് പറഞ്ഞിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ആണ് എപ്പോഴും വിഷ്ണുവിനായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നാറില്ല വിഷ്ണുവിൻ്റെ ശബ്ദം ഭയങ്കര കുറവാണെന്ന്. പക്ഷെ ഒരു സത്യം മനസ്സിലാക്കണം, ഇയാളുടെ ശബ്ദം കയറി വീട്ടിലെനിക്ക് ഇരിക്കാൻ പറ്റാറില്ല. കോഴിക്കോട്ടേക്കൊക്കെ ഫോൺ ചെയ്യുമ്പോൾ ശരിക്കും ഒരു ഫോണിൻ്റെ ആവശ്യമില്ല. അവിടെ നിന്ന് ഹലോ അച്ഛാ അമ്മേ എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് ഡയറക്റ്റായിട്ട് കേൾക്കും. അമ്മൊരു ശബ്ദമാണ്. പക്ഷെ വീഡിയോ എടുത്തിട്ട് ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവിടെ പോണു എപ്പോഴും ഒരാൾക്ക് ഇതാ ഒരുപോലെ ചെയ്യാൻ പറ്റില്ലല്ലോ, ഓരോ സമയത്ത് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തനിക്ക് ഈ ഇരിക്കുന്ന കൂട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രൈസ് അറിയാൻ താല്പര്യമുള്ളത് ഏതെങ്കിലും ഉണ്ടോ? അതോ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എടുക്കുകയാണോ? എന്തായാലും എല്ലാം എടുക്കുമല്ലോ. താൻ ബോധവാണോ ഇതിൽ ഓരോന്ന് എത്ര വിലയുണ്ട് എന്നുള്ളത് അറിയാൻ? അല്ല, ഇതിപ്പോൾ വില കൂട്ടി പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തത് എൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചതിന് ശേഷം ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ലിപ്സ്റ്റിക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. കാരണം ഈ ഒരു പിങ്ക് ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മാച്ച് ആയിട്ടുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചതിന് ശേഷം ഇത് തന്നെയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു 2-2.5 വർഷത്തോളമൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് തീർന്ന് അതേ ലിപ്സ്റ്റിക്ക് ഞാൻ എടുത്ത് വാങ്ങുന്നൊക്കെ എൻ്റെ ചരിത്രത്തിൽ എഴുതി ചേർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ലിപ്സ്റ്റിക്കിനെ പറ്റിയിട്ട് ഇല്ല ആരും ചോദിച്ചിട്ടില്ലല്ലോ എന്തിനാണ് ഈ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചത്, എന്താ ഇത് മാത്രമാണ് ഉപയോഗിക്കാറ്, ആരും ചോദിച്ചിട്ടില്ലല്ലോ. എടാ ഞാൻ ലിപ്സ്റ്റിക്കിന് പറ്റി 2 വാക്ക് പറയട്ടെ. ആവശ്യമുണ്ടോ? ഇങ്ങനെയാണ് ശരിക്കും നമ്മളിങ്ങോട്ട് പറയുന്നത്, വേണ്ട നിർത്തി. ഓക്കെ, അപ്പോൾ ഇതൊരു ലിപ്സ്റ്റിക്കാണ്. ഇതാണ് ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇത് മാക്കിൻ്റെ ഒരു പൗഡർ കിസ് ലിക്വിഡ് ലിപ് കളറാണ്. എലഗൻസ് ഈസ് ലേൺഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡിൽ വരുന്നത്. ഇതിന്റെ ആഡോ? അല്ല, ഞാൻ ഇതൊന്ന് പറയട്ടോ എന്താണെന്നുള്ളത്. ശരി പറയൂ. അപ്പോൾ എലഗൻസ് ഈസ് ലേൺഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് വില എത്രയാണ്?
ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടൊന്നും കാര്യമില്ല, എനിക്കിതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഇത് മാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോസ്മെറ്റിക് ബ്രാൻഡാണ്, അറിയോ? കേട്ടിട്ടുണ്ട്, അല്ല എനിക്കിതിനെ പറ്റി അറിയുന്നില്ല. ഞാൻ മേക്കപ്പ് കോഴ്സ് പഠിച്ചിരുന്ന സമയത്ത് മാക്കിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാക്കിൻ്റെ പ്രൊഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇത് അതിന് മുന്നേ വാങ്ങിയ ഇതാണ് കേട്ടോ. ഇത് മാക്കിൻ്റെ ഒരു പൗഡർ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് വരുന്നത്. കണ്ടോ ഇതിൻ്റെ ടെക്സ്ചർ തന്നെ. ഇതെന്തിനാ എത്ര പറയുന്നത്? ശരിയാണ്, താൻ പറഞ്ഞ ശരിയായി സമ്മതിച്ചു. അപ്പോൾ ഇതാണ് ഒരു ലിപ്സ്റ്റിക്. ഇട്ട് കാണിച്ചായിരുന്നോ? അപ്പോൾ ഗസ് ദ പ്രൈസ്. ഇതിനൊരു 25 euro ഉണ്ടോ? ഉറപ്പ്? ലോക്ക് ചെയ്യണം 25-ൽ. ഇത് 25-ലുള്ളതേ ഉള്ളൂ. ഞാൻ ഇതിന് 25 കൊടുക്കുള്ളൂ, കൂടുതലാണെങ്കിൽ ഞാൻ വേണ്ടെന്ന് വയ്ക്കും, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ശരിക്കുള്ള വില എത്രയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് ഞാൻ തുടക്കത്തിൽ വാങ്ങിയ സമയത്ത് 26-27 എന്തോ റേഞ്ചിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു 37 എന്തോ. തുടക്കത്തിലെ വില ഞാൻ പറഞ്ഞ ശരിയല്ലേ? പിന്നെ ഒരു വില കൂട്ടി എൻ്റെ തെറ്റല്ലല്ലോ. ഈ ഒരു സെറ്റ് ഭയങ്കര ഇതായി പോയി. അപ്പോൾ തുടക്കത്തിലെ വില അതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം ഏകദേശം 2 കൊല്ലം മുന്നേ വാങ്ങിയതാണ്. കറക്റ്റായിട്ട് തെറ്റാണെങ്കിൽ നിങ്ങൾ ഒന്നും പറയരുത് കേട്ടോ. ഒരു 25-26 ആയിരുന്നു എന്നാണ്. ഇപ്പോൾ ഒരു 35-36, ഇനി 40 ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ആ റേഞ്ചിലാണ്. പക്ഷെ ഞാൻ വാങ്ങിയത് 20% ഡിസ്കൗണ്ടിലായിരുന്നു. നമുക്ക് സ്കൂളിൽ നിന്ന് ഡിസ്കൗണ്ട് പ്രൈസിലാണ് നമ്മളിത് വാങ്ങിയത്. ഓൾമോസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് എടുക്കാം. നെക്സ്റ്റ് 2 പ്രൊഡക്റ്റ് ഒരുമിച്ച് നമുക്ക് കാണിക്കാം കേട്ടോ. ഇതും പെട്ടെന്ന് തീരുമല്ലോ. അത് അനസ്തേഷ്യ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഐ ഷാഡോ പാലറ്റാണ്. ഇത് ഞാൻ അധികം ചിന്തിക്കാതെ ഒരാവശ്യമില്ലാതെ പെട്ടെന്ന് വാങ്ങിയതായിരുന്നു. എനിക്ക് ഒരു റിഗ്രറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റും കൂടെയാണ് ഈ ഒരു പ്രൊഡക്റ്റ്. എനിക്ക് കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറ് ഇട്ടിട്ട് നമ്മൾ ഐലൈനർ മാത്രം എഴുതുന്ന ഒരു മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഷിമ്മറി ഷെയ്ഡിൽ വരുന്ന ഈ കളേഴ്സ് ഞാൻ വാങ്ങിയത്. ഓ, എൻ്റെ ക്യാമറ കാണുന്നുണ്ടടാ ബാക്കിൽ, നോക്കടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പാലറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ചിന്തിക്കാതെ പെട്ടെന്ന് ഒരു ആവശ്യമില്ലാതെ വാങ്ങിയൊരു പാലറ്റ് ആവുകൊണ്ട് ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല. അതെ അതെ, ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ കുറെ ഉപയോഗിക്കാറുണ്ട്. ഞാനിങ്ങനെ പ്ലാൻ ചെയ്യാറുണ്ട് ഇപ്പോൾ ഇത് വാങ്ങിക്കണം എന്നുള്ളത്. നല്ല ഭയങ്കര നല്ല ടെക്സ്ചറാണ് ഇതിനെ. കണ്ടോ, തൊടുമ്പോക്ക് തന്നെ അത് വരും. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ ഞാൻ ഒട്ടും ഉപയോഗിച്ചിട്ടില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എത്രയാണ് അനസ്തേഷ്യയുടെ ഈ ഒരു അനസ്തേഷ്യ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണ്. എന്നിട്ട് ഞാൻ ഇത് വാങ്ങിച്ച് ഇറങ്ങി ഉടനെ ദീപ ചേച്ചി, ഞാനും നോക്കി നടക്കായിരുന്നു മുത്തേ എനിക്കും വേണമെന്ന്. ഞാൻ ഒട്ടും ഉപയോഗിക്കാതെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ദീപ ചേച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നീ ഉപയോഗിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് പ്രൈസ് കുറയില്ല. എന്നാലും ഏകദേശം ഊഹിക്കാലോ. ഇതിനൊരു 30 euro. 30 euro. മാക്കിന്റെ ഒരു ലിപ്സ്റ്റിക്കിനും അനസ്തേഷ്യയുടെ ഒരു ഐഷാഡോ പാലറ്റിനും. മാക്കും അനസ്തേഷ്യ ഒന്നും എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കുടുംബ മഹിമ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അവരെവിടുന്ന് വരുന്നു, എന്തിനു വരുന്നു എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ 30 ലോക്ക് ചെയ്തു. അനസ്തേഷ്യ നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. അപ്പോൾ മാക്കിന്റെ ഒരു ലിപ്സ്റ്റിക്കിനും അനസ്തേഷ്യയുടെ പാലറ്റിനും 30 euro കൊടുക്കുള്ളൂ. ഞാൻ കൊടുത്താൽ കിട്ടില്ല, വേണ്ടെന്ന് പറഞ്ഞിട്ട് വരും, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാലറ്റിന് 70 euro ആണ്. അവിടെ വെച്ചോളൂ, ആദ്യം കൈ പിടിച്ചോണ്ടിരിക്കണ്ട. 70 euro ആണ് ഈ ഒരു പാലറ്റിന് വന്നത്. ഇതെനിക്കൊരു വിഷമമുള്ളൊരു പർച്ചേസാണ്. തിരിച്ചു കൊണ്ടു കൊടുക്കാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൽ ബില്ല് കാണുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ ഇപ്പം ഞാൻ പറയുന്ന എമൗണ്ട് നിങ്ങൾ ഒരിക്കലും ഇന്ത്യൻ റുപ്പിക്ക് കൺവേർട്ട് ചെയ്യരുത് കേട്ടോ. കാരണം നമ്മൾ രണ്ടുപേരും ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണ്, ഇവിടെ ഏൺ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ വേറൊരു കൺട്രിയിലെ കറൻസിയിലോട്ട് മാറ്റുമ്പോൾ കൂടുതലായിട്ടും കുറവായിട്ടും ഒക്കെ ഫീൽ ചെയ്തേക്കാം. അതൊരു റൈറ്റായിട്ടുള്ള ഒരു കൺവേർഷൻ അല്ല. അതുകൊണ്ട് തുടക്കത്തിലൊരു വർഷം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു യൂറോ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഇൻറ്റു 80 അല്ലെങ്കിൽ 85 ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇന്ത്യൻ റുപ്പി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷേ ഗോയിങ് ഫോർവേഡ് എന്നോട് സഞ്ജേട്ടനും ദിബിൻ ചേട്ടനും എല്ലാവരും പറഞ്ഞു, നീ ഇവിടെ ജീവിക്കുന്ന ആളാണ്, കൺവേർഷൻ റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് എല്ലാ കാര്യവും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്. അങ്ങനെ കൺവേർഷൻ പാർട്ട് ഞാൻ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ
അത് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നിങ്ങളങ്ങനെ ചിന്തിക്കരുത്. ഇവിടെ ഉള്ള യൂറോ ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പ്രൊഡക്റ്റിലോട്ട് പോകാം. ഇതെൻ്റെ ഒരു ബ്ലഷാണ്. ഇതോടുകൂടെ മേക്കപ്പ് പ്രൊഡക്ട്സ് നമ്മൾ നിർത്തുകയാണ് കേട്ടോ. ബ്ലഷ് എന്ന് പറഞ്ഞാൽ ബ്ലഷ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കവിള് ചകപ്പിക്കാൻ വേണ്ടി ഇടുന്ന ഒരു സംഗതി. ഇത് ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്ലഷാണത്. ഇത് എന്നിട്ട് മറ്റേ എന്തിൻ്റെ മേലെ തേച്ചിട്ടാണോ അത് മുഖത്ത് തേക്കുക? അല്ല, ഇതിങ്ങനെ ഇടുക, എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്യുക. ഇതിനിപ്പോൾ പറയില്ലേ നാർസിൻ്റെ ആണെന്നൊക്കെ പറയുന്നില്ലേ? പറഞ്ഞോളൂ. ഒരുപാട് സെഗ്മെൻറ്റും കൂടെ കഴിഞ്ഞിട്ടില്ലേ അത് മുന്നോട്ട് പോകുള്ളൂ. ഇല്ല, ഇത് നാർസിൻ്റെ ഏതാണ് ഷെയ്ഡെന്ന് എനിക്കറിയില്ല. ഇത് നാർസിൻ്റെ അത്രയ്ക്കൊന്നും പറയാനില്ല. ഇത് എനിക്കിഷ്ടമുള്ളൊരു ഇത് വാങ്ങിച്ചൊരു അബദ്ധം തോന്നിയിട്ടില്ല? ഇല്ല, കാരണം ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇത് വാങ്ങിച്ചതിന് ശേഷം വേറെ ഒരു ബ്ലഷും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് വാങ്ങിച്ചാൽ നമുക്കൊരു അബദ്ധം തോന്നില്ലല്ലോ. നല്ലതാണ്, ഞാൻ നല്ലതല്ലേ പറഞ്ഞുള്ളൂ. നോക്കട്ടെ. ഇത് ഞാൻ എൻ്റെ എക്സാമിനോട് അനുബന്ധിച്ച് വാങ്ങിയൊരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ഷെയ്ഡ് ബ്ലഷ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് എക്സാമിന് ഇനി എന്താണ് വരിക എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനോടനുബന്ധിച്ച് വാങ്ങിയൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിന് ഞാനൊരു 33 യൂറോ. 33 യൂറോ? എനിക്ക് 30 വിട്ടൊരു കളിയില്ല. ഞാൻ എൻ്റെ ബഡ്ജറ്റിലെ കാര്യങ്ങളല്ലേ പറയുള്ളൂ. ഇതിവിടെ നാർസിൻ്റെ ആണ്. ഞാൻ പറഞ്ഞല്ലോ ഈ നാർസ് മാർസ് എന്താണ് മറ്റേ പേര് എന്തായിരുന്നു? അപ്പോകലിപ്റ്റോ എന്തായിരുന്നു? അനസ്തേഷ്യ. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ഈ മൈക്ക് പിന്നെ എന്തിനാണ് ഇട്ടിരിക്കുന്നത്? ഇത് ഇനിയും ശബ്ദം വരുന്നില്ലെങ്കിൽ ഈ മൈക്ക് നമുക്ക് തിരിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഒരാൾക്ക് മെല്ലെ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ മൈക്ക്. അല്ലാതെ ഉറക്കെ സംസാരിച്ചിട്ട് പിന്നെ മൈക്കും കൂടെ വയ്ക്കാൻ ഞാൻ മറ്റേ ഇലക്ഷൻ്റെ പ്രചാരണമല്ല ഇവിടെ നടത്തുന്നത് കേട്ടോ. 33 യൂറോ. അത് ഓൾമോസ്റ്റ് ശരിയാണ് കേട്ടോ. ഇതിന് 35 യൂറോ. 30-35ൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റ് ആയിരിക്കണമെന്നില്ല കേട്ടോ. 5-10 യൂറോ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നേക്കാം. കാരണം ഇതിപ്പോൾ അടുത്ത് വാങ്ങിയ പ്രൊഡക്റ്റൊന്നും അല്ല. കുറേ ആയിട്ട് നമ്മളിങ്ങനെ ഓരോരോ മാസങ്ങൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിൽ വരുന്നതാണ്. അതുകൊണ്ട് കറക്റ്റ് അതായിരിക്കണം എന്നില്ല. അപ്പോൾ ഇതിന് 35 യൂറോ, 30-35 യൂറോൻ്റെ നടുവിലായിരിക്കും. ഞാൻ അത്ര പേ ചെയ്യും അപ്പോൾ ഇതിന്. അപ്പോൾ അടുത്ത മാസത്തെ എൻ്റെ ബ്ലഷ് വാങ്ങിച്ചിരുന്നു വിഷ്ണു. അത് വേർത്താണ് അല്ലേ? ഇല്ല, വേർത്താണ് ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്തായാലും ഈ സ്ഥലത്തേക്കൊന്നും പോയില്ല. അവിടെ പോയി വില ചോദിച്ച് വരാൻ പോകുന്ന ആളാണ് ഞാൻ. വില ചോദിച്ച് വരും ചുമ്മാ. എന്നാൽ പിന്നെ ഓൺലൈൻ നോക്കിയാൽ പോരാ, എന്തിനാണ് കടയിൽ പോയിട്ട് വിലയിരിക്കുന്നത്. അപ്പം ഇനി അടുത്തത് എൻ്റെ ഒരു സൺഗ്ലാസ് ആണ് കേട്ടോ. ഞാൻ ഇപ്പോൾ നമ്മളിങ്ങനെ വെയിലത്ത് സൺഗ്ലാസൊക്കെ വെക്കുമല്ലോ. അപ്പോൾ അത് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില സൺഗ്ലാസൊക്കെ കാണുമ്പോൾ കമൻസിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാറുണ്ട്, ഇത് എവിടുന്നാണ്, ഏതാണ് ബ്രാൻഡ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ചധികം ആൾക്കാർ ഞാൻ വെക്കട്ടെന്ന്. വിഷ്ണുവിൻ്റെ ഈ ഷർട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതെൻ്റെ ഷർട്ടാണ്. അല്ല, ഇത് എൻ്റെ ഷർട്ടാണ്. അല്ല, ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ അടിക്കണത്. ഇത് വെറുതെ ബാക്കിയുള്ള ഷർട്ട് എടുത്ത് ഇടുന്ന ആൾക്കാരും അങ്ങനെ തന്നെ എപ്പോഴും പറയാറ്. ഇതിന് ബ്രാൻഡില്ല. അതിന്റെ ബ്രാൻഡ് പറയില്ല. ബ്രാൻഡിൽ വലിയ കാര്യമില്ല എന്നുള്ളത് ഞാൻ പറയുന്നത്. കണ്ടിട്ട് എത്ര വില തോന്നുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. അതിനെ പറ്റി ഒന്നും സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് ഒന്നുമില്ല. ഇതിനൊരു 40 യൂറോ. 40 യൂറോ. അപ്പോൾ ഇത് ലെൻസ് കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു സൺഗ്ലാസ് ആണ്. ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. എങ്ങനെയുണ്ട്? ഓഫ് ചെയ്തോളൂ, നല്ല ബോറായിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു സൺഗ്ലാസ് ആണ്. എനിക്ക് കണ്ണിന് അത്യാവശ്യം നല്ല പവറല്ല, പക്ഷെ പവറുണ്ട്. ഈ ഒരു കണ്ണിന് 1.34 നെറ്റ് കണ്ണിന് അല്ലാക്കി കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത്ര അങ്ങോട്ട് ക്ലിയർ അല്ല. അത്രയേ ഉള്ളൂ. അതിന് ശേഷം ഞാൻ കോൺടാക്ട് ലെൻസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് വെച്ച് തുടങ്ങാനുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അത് വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺഗ്ലാസ് വാങ്ങിക്കുമ്പോൾ എനിക്ക് പവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് കൂടുതൽ ടൈം, ഇപ്പോൾ പുറത്തൊക്കെയാണ് സമ്മർ ടൈമിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ അധികം ഗ്ലാസ് വെച്ചിട്ടായിരിക്കുമല്ലോ. അപ്പോൾ കണ്ണടയുടെ മുകളിൽ സൺഗ്ലാസ് വെക്കുന്ന വൃത്തികളല്ലേ. അതുകൊണ്ട് പവറുള്ള സൺഗ്ലാസ് ആണ് ഞാൻ വാങ്ങിക്കാറ്. ഇതാണ് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ എളുപ്പം. കണ്ണ് കാണുമല്ലോ നമ്മൾ നടക്കുമ്പോൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ.
അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്നാണ് പൊതുവേ വാങ്ങിക്കാറ്. കാരണം ലെൻസ്കാർട്ട് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. എൻ്റെ പവറാണെങ്കിൽ ചെറുതായിട്ട് ഇപ്പോഴും എൻ്റെ ഈ ഒരു 30ാമത്തെ വയസ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ഇപ്പോഴും സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ കണ്ണട പവർ മാറ്റിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് നാട്ടിൽ നിന്നാണ് ഞാൻ അധികം ആരെങ്കിലും വരുന്നുണ്ടെങ്കിലോ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിട്ട് അൽക്ക ത്രൂ ഓർഡർ ചെയ്തിട്ടോ ഒക്കെ ആയിട്ട് നാട്ടിൽ നിന്നാണ് ഞാൻ സൺഗ്ലാസ് ലെൻസ്കാർട്ടിൽ നിന്നാണ് എൻ്റെ മോസ്റ്റ് ഓഫ് ദ സൺഗ്ലാസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഇത് നാട്ടിൽ നിന്നാണ് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പക്ഷെ നാട്ടിൽ നിന്നാണെങ്കിൽ ഇതിനൊരു 6000 രൂപ കൊടുക്കും. 6000. വിഷ്ണു ഉണ്ടല്ലോ, നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിട്ട് മസാല ദോശ കഴിച്ചിട്ട് ഈ ഒരു 5 കൊല്ലം കൊണ്ട് മസാല ദോശയ്ക്ക് കുറച്ച് പൈസ കൂടിയിട്ടുണ്ടായിരിക്കുമല്ലോ. അത് കണ്ടിട്ട് വിഷ്ണു ഞെട്ടിയായിരുന്നു അല്ലേ? നാട്ടിൽ മസാല ദോശയ്ക്ക് താൻ എത്ര കൊടുക്കും? അത് കേട്ടോ ആദ്യം. മസാല ദോശയ്ക്ക് ഇപ്പോൾ 40 രൂപ ഉണ്ട്. മസാല ദോശയ്ക്ക് 40 രൂപയാവും ഇപ്പോൾ നാട്ടിലൊരവസ്ഥയിൽ എനിക്ക് തോന്നുന്നില്ല. അതാണ് 40 തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അങ്ങനത്തെ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്കറിയില്ല കേട്ടോ, ഇപ്പോൾ പോയിട്ട് 2 വർഷമായില്ല. അപ്പം എനിക്കും അറിയില്ല മസാല ദോശയ്ക്ക് എത്രയാണ് നാട്ടിലിപ്പോൾ ഒരു മസാല ദോശയ്ക്ക് നിങ്ങളൊന്ന് പറഞ്ഞുതരും. അപ്പോൾ ഈ സൺഗ്ലാസിന് 1500 രൂപയാണ് 2 വിഷ്ണു ഇംപ്രസ്ഡ് ആയിരുന്നു. തീരെ പ്രതീക്ഷയില്ല ഞാൻ നിൻ്റെ അടുത്ത്. 2 സൺഗ്ലാസിന് 1500 രൂപ, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. അപ്പോൾ 700 രൂപ. കണ്ടോ മുഖത്തൊരു ചിരിയുണ്ടോ? നല്ലൊരു കാര്യമാണ് ചെയ്തത്. അപ്പോൾ 1500 1600 രൂപയ്ക്ക് കിട്ടുന്ന 2 സൺഗ്ലാസ്. അപ്പോൾ ഈ സൺഗ്ലാസിന് 700 രൂപ. ലെൻസ്കാർട്ട് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഞാൻ എൻ്റെ ഒരു നീല കണ്ണട ഉണ്ടായിരുന്നില്ലേ, അത് ഞാൻ നാട്ടിൽ നിന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതൊരു സ്പെയർ ഗ്ലാസ് ആയിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ. പക്ഷെ വെച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റും സുഖമായിരുന്നു. ലെൻസ്കാർട്ടിൻ്റെ ഒരു പ്രൊമോഷനായിരുന്നു. പക്ഷെ എന്നാലും നല്ല കാര്യം, നമ്മൾ പ്രൊമോഷൻ വെച്ചും പ്രൊമോഷൻ വെക്കാതെ എന്നല്ല പറയേണ്ടത്. എനിക്ക് ഭയങ്കര ഗുഡ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഷോപ്പാണ് ലെൻസ്കാർട്ട്. അവിടെ നിന്ന് എപ്പോഴും ഞാൻ കണ്ണട എടുക്കുമ്പോൾ എനിക്ക് നന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് മൈ ട്രിമ്മർ. വർഷങ്ങളായി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ട്രിമ്മറാണത്. അതായത് എനിക്ക് തോന്നുന്നു എൻ്റെ 21ാമത്തെ വയസ്സ് തൊട്ടിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ട്രിമ്മറാണ്. ഒരേ സാധനമല്ലോ, മാറ്റി മാറ്റി വാങ്ങാറില്ലേ? അല്ലല്ല, 21ാമത്തെ വയസ്സിൽ വാങ്ങിയിട്ട് ഞാൻ എൻ്റെ 25ാമത്തെ വയസ്സ് വരെ ഒരൊറ്റ ട്രിമ്മർ ഉപയോഗിച്ചു. അത് പക്ഷേ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അത് എടുക്കാൻ മറന്നു നാട്ടിൽ നിന്ന് പാക്ക് ചെയ്ത തിരക്കിൽ. പിന്നെ എനിക്ക് നന്നായിട്ട് മീശയും താടിയും വളരുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ വളർത്തിയ പിരിച്ചൊക്കെ വെക്കാം, ആ രീതിയിലൊക്കെ വരും എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് വേറെ 1-2 ട്രിമ്മർ ഞാൻ വാങ്ങിച്ച് ട്രൈ ചെയ്തെങ്കിലും എനിക്കത് അത്ര ഇഷ്ടമായില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഈ ഒരു ഏരിയ കണ്ടോ, അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് പെട്ടെന്ന് തന്നെ ട്രിം ചെയ്ത് കളയാൻ പറ്റും. നോക്കട്ടെ. അപ്പോൾ ഇത് ഇപ്പോൾ വാങ്ങിയിട്ട് 6 കൊല്ലം 5 കൊല്ലം എന്തായാലും ആയിട്ടുണ്ട്. ചരിത്രം നിർത്തി എന്നാ പറഞ്ഞോളൂ. ഇതിനൊരു 20 യൂറോ. 20 യൂറോ കൊടുക്കും. 15 to 20 ആയിരിക്കും. 15 to 20. 15 to 20. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള 3 യൂറോക്കാണ്. ആണോ? കട്ടെടുത്ത് ഓടിയതാണോ ഇവിടെ? ഓൺലൈൻ സൈറ്റ് വഴി നമുക്ക് കട്ടെടുത്ത് ഓടാൻ പറ്റാത്തതുകൊണ്ട് വെറും 3 യൂറോയ്ക്ക് അലി എക്സ്പ്രസ് വാങ്ങിയ ട്രിമ്മറാണത്. നല്ല കാര്യം. വിഷ്ണു ഇതിനെ പറ്റി ഇങ്ങനെ ഇംപ്രസ്ഡ് ആവുന്നുണ്ടോ? എണീറ്റൊക്കെ തോന്നുന്നുണ്ടോ? ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരാളല്ലാന്ന്. അപ്പോൾ ഇത് ആണ് ആ ഒരു ട്രിമ്മർ. 3 യൂറോയ്ക്ക് ഞാൻ വാങ്ങിയതാണ്. ഇതിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് സത്യം പറഞ്ഞാൽ ഇതിലൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ ഇതിന് തൊട്ട് മുന്നേ വാങ്ങിച്ചതിൽ ഫൈനൽ ടച്ച് എന്നോ എന്തോ ആയിരുന്നു അതിൻ്റെ ബ്രാൻഡ്. അപ്പോൾ ഫൈനൽ ടച്ച് ട്രിമ്മർ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് കിട്ടുമായിരിക്കും. ഇപ്പം ഇങ്ങനത്തെ ഒരു ട്രിമ്മർ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്ന ട്രിമ്മറാണ്. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി എനിക്കൊരു 2-3 വീക്സ് എനിക്ക് നിൽക്കാറുണ്ട്. അപ്പോൾ ദിസ് ഇസ് ആൻ അടിപൊളി പ്രൊഡക്റ്റ്. ഓക്കെ, ഇത് വിഷ്ണു ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ, ഇല്ലേ? നീ ചെയ്തരുമ്പോൾ ഞാനായിട്ട് ഉപയോഗിക്കാറൊന്നുമില്ല. അതായത് വിഷ്ണുവിന് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഷേപ്പൊക്കെ ആക്കി കൊടുക്കുമ്പോൾ ഇവിടെ കുറച്ച് രോമങ്ങൾ ബാക്കി നിൽക്കും. അത് ഞാൻ വെച്ചിട്ടാണ് ഇടയ്ക്ക് എടുക്കാറ്. അപ്പോൾ അതാണ് ഒരു ട്രിമ്മർ. ഈ പ്രൊഡക്റ്റിലോട്ട് ഇനി നമുക്ക് എൻ്റെ പെർഫ്യൂമിലോട്ട് പോവാം. ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പെർഫ്യൂമൊന്നുമല്ല. എല്ലാത്തിനെ പറ്റി ഞാൻ ഇൻട്രോ കൊടുക്കണം. എനിക്ക് പറയാനുണ്ട് ഓരോന്നിനെ പറ്റിയിട്ട്. ഇതൊരു പെർഫ്യൂമാണ്. നമ്മൾ ഡ്രസ്സ് ചെയ്ത് പുറത്ത് പോകുമ്പം മേത്തിങ്ങനെ അടിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് മണമൊക്കെ വരും. കുടിച്ചില്ലെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. പോരാ ഇത്ര പറഞ്ഞാൽ കുറച്ചും കൂടെ പറയാനുണ്ട്. ഇല്ല, പിന്നെ ഇത് ഗുഷി സ്പെല്ലിംഗ് എങ്ങനെ വിഷ്ണു ഓവറാക്കല്ലേ? എനിക്കറിയില്ല, പറയൂ. അത് ഓവറാക്കിയതായിരുന്നു. ആരൊന്ന് പൊളിച്ചു തോന്നുന്നു. ഇത് എങ്ങനെ സ്പെല്ല് ചെയ്യാന്ന് പറയൂ. ഒന്ന് പോയ വിഷ്ണു, പറയൂ. ഇത് ഭയങ്കര ഓവറാക്കലാണ്. പറയൂ, നീ പറഞ്ഞോളൂ. പറയാൻ സൗകര്യമില്ല. അപ്പോൾ ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂമൊന്നുമല്ല.
ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. രമ്യ ചേച്ചീനെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലൊക്കെ അറിയുന്നുണ്ടായിരിക്കും. കുറേ ഇപ്പോൾ ചേച്ചി നമ്മുടെ വീഡിയോയിൽ വന്നിട്ട്. അപ്പോൾ രമ്യ ചേച്ചി എൻ്റെ ചേച്ചീനെ പോലെ, അല്ലെങ്കിൽ എനിക്കൊരു ചേച്ചി തന്നെയാണ്, എൻ്റെ അമ്മയുടെ റിലേറ്റീവാണ്. അപ്പോൾ ഇവിടെ വരുന്നതിൻ്റെ മുന്നേ യൂറോപ്പിൽ എനിക്ക് ബന്ധമുണ്ടായിരുന്ന ഒരു റിലേഷനാണ് രമ്യ ചേച്ചി. അപ്പോൾ 1 മില്യൺ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ ഇത് ഗൂച്ചി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. വിഷ്ണുവിനും അറിയാം ഈ ഒരു ബ്രാൻഡിനെ പറ്റിയിട്ട്. നേരത്തെ ഭയങ്കര അഭിനയമായിരുന്നു. ഓക്കെ, ഇനി പറഞ്ഞോളൂ. ഇതിനൊരു 60 യൂറോ ഉണ്ടാവും. ഭയങ്കര വലിയ ബ്രാൻഡ് ആയതുകൊണ്ടാണ് അത്രയും പൈസ. ഭയങ്കര വലിയ ബ്രാൻഡ് ആയതുകൊണ്ട് വിഷ്ണു 60 യൂറോ കൊടുക്കും ഈ ഒരു പെർഫ്യൂം. ഇതിൻ്റെ ശരിക്കുള്ള വില എനിക്കും അറിയാൻ പാടില്ല കേട്ടോ. കാരണം ഗിഫ്റ്റ് കിട്ടിയ ഒരു സാധനത്തിൻ്റെ വില നമ്മൾ കറക്റ്റായിട്ട് നോക്കുന്നത് അത്ര അടിപൊളിയായിട്ടുള്ള സംഗതിയല്ലല്ലോ. അപ്പോൾ ഇത് ഗൂച്ചി ഗിൽറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഗൂച്ചി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 80-85 റേഞ്ചിലൊക്കെ വരുന്നുണ്ടായിരിക്കും. എത്ര പേ ചെയ്യുമോ താൻ ഗൂച്ചിയുടെ പെർഫ്യൂമിന്? ഞാൻ ഗൂച്ചിയുടെ പെർഫ്യൂമേ വാങ്ങില്ല. തനിക്കിപ്പോൾ കയ്യിലുള്ള പെർഫ്യൂമൊക്കെ ആര് വാങ്ങിച്ചെന്നാ? നീ വാങ്ങുന്നതാണ്. ഞാൻ വാങ്ങില്ല എന്നല്ലേ ഞാൻ പറയുള്ളൂ. ഈ ഷർട്ട് ആര് വാങ്ങിയതാ? നീ വാങ്ങിയാണ്. ഈ കമ്മലാര് വാങ്ങിയത്? ഇത് നീ വാങ്ങിച്ചല്ല, ഇത് സനിയുടെയാണ്. ഇന്ന് സഞ്ചാരൻ്റെ കമ്മലിൽ കിടക്കണപ്പോൾ കമ്മലാരുടെ? അത് എക്സ്ചേഞ്ച് ആയിരുന്നല്ലേ? അപ്പോൾ ഇതാണ് ഒരു പെർഫ്യൂം. ഇനി നമ്മൾ എടുത്ത് എന്താ കാണിക്കുക? ഇനി അടുത്തത് ഇത് വളരെയധികം പറയണ്ടോ? ഇതെന്താ ഞാൻ പറയാം, ഇതൊരു വാട്ടർ ബോട്ടിലാണ്. ഇതിനകത്ത് വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം ദാഹിക്കുമ്പോൾ ഇത് കുടിക്കാൻ പറ്റും. ഇതിനൊരു ഭയങ്കര അടിപൊളി കളർന്ന് ഇവിടെ പറയുന്ന ഒരു കളറുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വെള്ളം എത്രയോ മണിക്കൂറുകൾ ചൂടും തണുപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതെന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം വാട്ടർ ബോട്ടിലായിട്ട് എടുത്തുകൊണ്ട് നടക്കുന്നൊരു സാധനം മണിക്കൂറുകളോളം ഇതിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്യും. ഇത് മറ്റേ വാട്ടർ ടാങ്ക് ഒന്നുമല്ലല്ലോ വീട്ടിൽ. എനിക്ക് അതിൻ്റെ ആ യൂസബിലിറ്റി എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വേറെ ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ഇത് ഭയങ്കര സ്പീഡാക്കി തരുന്നുണ്ട് കണ്ടോ. അല്ലെങ്കിൽ നീ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞതിന് വേണ്ടിയിട്ട് അതല്ലാക്കി പറയാനുള്ളത്. ഇത് സ്റ്റാൻലി എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിലാണ്, അല്ലെങ്കിൽ ഒരു ഫ്ലാസ്ക് ആണ്. ഇതിൽ ചൂടായിട്ടും തണുപ്പായിട്ടും നമുക്ക് കാര്യങ്ങൾ കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ ഐസൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 15 മണിക്കൂർ വരെയൊക്കെ ഐസ് മെൽറ്റ് ചെയ്യാതിരിക്കും. ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലാവാത്ത യൂസബിലിറ്റി. എന്തിനാണ് ഐസ് എടുത്ത് 15 മണിക്കൂർ നടക്കണത് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഫ്രിഡ്ജ് എടുത്തുകൊണ്ട് നടക്കാൻ. വിഷ്ണുവിന് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ എതിർപ്പുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത്. എനിക്ക് വാട്ടർ ബോട്ടിലിൻ്റെ ക്രേസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കണം എന്ന് കുറേ ആയിട്ട് നോക്കി വെച്ചിരുന്ന ഒരു ഐറ്റമാണ്. അങ്ങനെ നമ്മളിവിടെ ബൈൻഗോഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിൽ നമ്മൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടു. ഇത് ആക്ച്വലി നമുക്കിതിൻ്റെ സ്ട്രോ മടക്കി വെക്കാനും തുറക്കാനും ഒക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു യൂസബിലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. മറ്റേത് ഇതിൻ്റെ വേറൊരു മോഡലിന് സൈഡിൽ ഒരു ഹോൾഡാണ് വരുന്നത്. പിന്നെ സ്ട്രോ എപ്പോഴും പുറത്താണ്. എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ വെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര സ്മൂത്തായിട്ട് വെള്ളം കുടിക്കാൻ പറ്റും. അതെ, ഒരു ടാറിട്ട റോഡാണ് അകത്തിരിക്കുന്നത്. വെള്ളം അതിലൂടെ അങ്ങനെ പറന്നു വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ചൂടുള്ളത് ഈ ഒരു മോഡലിൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്കിതൊരു ആവശ്യം വന്നിട്ടില്ല. എൻ്റെ മേത്തേക്ക് വെള്ളം വീഴെടുത്തിട്ട് ഇതിന് എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. എടോ സ്റ്റാൻലി എടോ, ഇത് BPA ഫ്രീ ആണ്. മതി ചേച്ചി, ഇത് മതി. അവരെ അന്വേഷിച്ചാൽ ചോദിച്ചു വാങ്ങിച്ചോളൂ വേണമെങ്കിൽ. അപ്പോൾ ഇത് എനിക്ക് പ്രദുവും ഗീതുവും അൻഷിഫയും ഷെറീറും വിനീതും റോസും കൂടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നൊരു ബോട്ടിലാണ്. ഇത് അന്ന് ആ കടയിൽ കണ്ട് ഞാൻ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാനും വിഷ്ണുവും കൂടെ ഒരു പിടിയും വിലയും ഉണ്ടായതാണ് അവിടെ. നമ്മൾ ഈ ബോട്ടിൽ ഈ വില കൊടുത്ത് വാങ്ങിക്കില്ല, എന്തത് വാട്ടർ ബോട്ടിലല്ലേ എന്നൊക്കെ. അപ്പോൾ ഈവൻ തോ ഞാൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷ്ണു ഒന്നും സമ്മതിച്ചില്ല. അന്ന് പ്രദുവും ഗീതും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അവർക്ക് എന്നോട് ബോട്ടിലിനോടുള്ള സ്നേഹം കണ്ടിഷ്ടപ്പെട്ട് അവരെനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എല്ലാവരും കൂടി തന്നതാണ്. പറഞ്ഞോളൂ. ഇതിന് 40 യൂറോ എനിക്കറിയാവുന്നതാണിത്. അന്ന് നമ്മൾ ഒരുമിച്ചല്ലേ കടയിൽ പോയപ്പോൾ ഇതിൻ്റെ വില കണ്ടത്. 40 അല്ല 38 യൂറോ എന്തോ ഓഫറിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. എന്തിനാണ് ഇവർക്ക് ഇത്ര വില എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ സ്റ്റാൻലി ഇപ്പോൾ ഭയങ്കര പോപ്പുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. ഞാൻ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കുടിക്കുന്നു, ഇവിടെ നിന്ന് കുടിക്കുന്നു, 2000 വെള്ളം തന്നെയാണ്. അപ്പോൾ അതാണ് അടുത്തൊരു കാര്യം. അപ്പോൾ ഇത്രയും നേരം കുറേയൊക്കെ വിഷ്ണു ശരിയാക്കിയിട്ടുണ്ട്, കുറേയൊന്നും വിഷ്ണു ശരിയാക്കിയിട്ടില്ല. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുള്ള ഒരു സാധനമായിരിക്കും കേട്ടോ അത്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടായിരിക്കും ഇതിൻ്റെ റേറ്റ്. ഇത് ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. കുറേ അധികം ഒരു ഷോപ്പേഴ്സ് ബാഗാണ് ടോമിയുടെ. ഇത് ഞാൻ വാങ്ങിയിട്ട് കഴിഞ്ഞ ബ്ലാക്ക് ഫ്രൈഡേക്കാണ് തോന്നുന്നു. ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന എൻ്റെ അങ്ങേയറ്റം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എപ്പോൾ ഞാൻ പുറത്ത് പോകുമ്പോൾ ഈ ഒരു സാധനം ഷോൾഡറിലോട്ടാണ് ഞാൻ പോകാറ്. സോ ഈ ഒരു ബാഗിനെ പറ്റിയിട്ടും എൻ്റെ ഉപയോഗത്തെ പറ്റിയിട്ട് 2 വാക്ക് സംസാരിക്കും.
ഇതിനെ പറ്റി എന്താ പറയുക, ഇത് പക്ഷേ നീ കുറച്ച് അത്യാവശ്യം ഉപയോഗിക്കുന്ന സാധനമാണ്, അതുകൊണ്ട് ഇതിവിടെ വെറുതെ എടുക്കാറില്ല എന്നുള്ളൊരു സമാധാനം എനിക്ക് തോന്നാറുണ്ട്. ഇത്ര ഉള്ളൂ ഇതിനെ പറ്റി പറയാൻ. ഇതിൻ്റെ വില പറയും. ഇതിനൊരു 35 യൂറോ. 35 യൂറോയോ? ഇല്ല, ഞാൻ ഈ ടോമിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് നോക്കിയത്. ഇല്ല ഇല്ല, എടുത്തോ, എനിക്ക് ഫിനിഷ് ചെയ്യാം. 35 യൂറോ അല്ലെങ്കിൽ 30 യൂറോ, സംതിങ് ബിറ്റ്വീൻ 30-35 എനിക്ക്. ശരിക്കും നമുക്ക് ആ ഒരു പ്രൈസിൽ ടോമിയുടെ ഈ ഒരു ബാഗ് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് വളരെയധികം അടിപൊളിയായി റിസർച്ച് ചെയ്തിട്ട് ഞാൻ 25 യൂറോയ്ക്കാണ് ടോമിയുടെ ഈ ഒരു ബാഗ് ഞാൻ ഇവിടുത്തെ ഒരു ഓഫറിന് വാങ്ങിയത്. അത് ഞാൻ 1 കൊല്ലത്തോളം ഞാൻ ഉപയോഗിച്ചു. പ്രൗഡ് മൊമെന്റ് ആണ്. എഴുന്നേറ്റ് നീ എന്നെ ഒന്ന് കൈയടിച്ചോളൂ. അതുകൊണ്ട് വിഷ്ണു എനിക്ക് ടോമിയുടെ ഒരു ബാഗ് വാങ്ങിച്ചിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ ടോമി. ഭയങ്കര എക്സ്പെൻസീവ് അല്ലാതെയും എനിക്ക് തോന്നുന്നു. എന്നാൽ ഞാൻ വാങ്ങിക്കുമ്പോൾ എനിക്കത് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ തോന്നും. ഡ്രസ്സൊന്നും ഞാൻ ടോമിയുടെ എടുക്കാറില്ല, കാരണം ഡ്രസ്സൊക്കെ എനിക്ക് കൂടുതൽ മാറ്റുന്നതാണ് ഇഷ്ടം. ഇങ്ങനെ ബാഗ്, ഷൂ, നമ്മൾ കുറച്ച് കാലം ഉപയോഗിക്കാൻ ചാൻസ് ഉള്ള സാധനങ്ങൾ ഞാൻ ടോമിയുടെ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. പ്രൈസ് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. അടുത്ത വീണ്ടും നമ്മൾ എടുക്കുന്നത് ഒരു ബാഗ് ലോട്ടാണ്. ഇത് ടെഡ് ബേക്കറിൻ്റെ ഒരു ബാഗാണ്. ഇത് ഞാൻ അത്യാവശ്യം ഉപയോഗിക്കാറുള്ളൊരു ബാഗാണ് കേട്ടോ. പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബാഗിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇല്ല, അത്രയേ ഉള്ളൂ. ഞാൻ വില പറയണം, എനിക്കതിൽ ഐഡിയ ഇല്ല. ഇതിനൊരു 40 യൂറോ എന്ന് ഞാൻ ചുമ്മാ പറയണം. 40 യൂറോ? 40 യൂറോ കൂടുതൽ ഞാൻ അതിന് കൊടുക്കില്ല. ഇവിടെ താൻ കൊടുത്തിട്ട് കാര്യമില്ല, താൻ കൊടുത്തതൊന്നും ആ വിലക്ക് കിട്ടില്ല. ഞാൻ വേണ്ടാന്ന് വിചാരിക്കേ. അപ്പൊ എനിക്ക് എന്താ ഉണ്ടാവുക? വേണ്ടേ, ഞാൻ വിചാരിക്കുന്ന വില കിട്ടുന്ന സാധനം മതി എനിക്ക്. ഇത് ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വാങ്ങിയ ഒരു ബാഗാണ്. എന്താണ് കടയിൽ കൂടെ പോകുമ്പോൾ ആൾക്കാർ ഒന്നും നിർബന്ധിച്ചോ നിന്നെ വാങ്ങാൻ? ഇല്ല, നമ്മളെല്ലാവരും കൂടെ കഴിഞ്ഞ കൊല്ലം ബ്ലാക്ക് ഫ്രൈഡേ ഷോപ്പിങ്ങിന് പോയപ്പോൾ നിനക്കൊന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ അവർ ചീത്ത പറയുമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചാണോ? ഇല്ല, അങ്ങനെ എനിക്ക് പെട്ടെന്നൊന്നും കിട്ടിയില്ല. ഗീതു വാങ്ങി, വിഷ്ണു വാങ്ങി, പ്രതു വാങ്ങി, അങ്ങനെ എല്ലാവരും വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കിട്ടാത്തപ്പോൾ ഞാനൊരു ജാക്കറ്റ് എനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അത് അവസാനമാണ് ഒരു ജാക്കറ്റ് കിട്ടിയത്. പിന്നെ ഈ ഒരു ബാഗും കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, എടുത്തു. അത്യാവശ്യം നല്ലൊരു പ്രൈസിൽ കിട്ടിയതുപോലെ അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് 95 രൂപയാണ്. 95 യൂറോ ആണ്. 95-ന് താന്ത് വാങ്ങിക്കില്ല? ഇല്ല, 40 യൂറോയ്ക്ക് വാങ്ങിക്കും. 40 യൂറോയ്ക്ക് ഉണ്ടത്. വലിയ കിട്ടല. വിഷ്ണു ചിന്തിക്കാതെ വിഷ്ണു ചെലവാക്കണ എമൗണ്ട് എന്ന് പറയുന്നത് 20 യൂറോ ആയിരിക്കും അല്ലേ? അത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാനങ്ങനെ ഞാനും ചിന്തിച്ചിട്ട് തന്നെ ചിലവാക്കാറ്. എന്താണ് ചിന്തിക്കാതെ ചിലവാക്കണ? ഇനി അടുത്തത് വിൻ്റർ സമയങ്ങളിലും സമ്മർ സമയങ്ങളിലും അധികം ഇപ്പം ഞാനൊരു ഷൂ അല്ലെങ്കിൽ ഒരു സ്നീക്കേഴ്സ് അല്ലെങ്കിൽ ഒരു ബൂട്ട്സ് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് യൂസബിലിറ്റിക്ക് അധികം ഞാൻ ഒരേ സാധനം തന്നെയാണ് ഉപയോഗിക്കാറ്. കാരണം അത് ഒരു കംഫർട്ട് നമുക്കതിൽ കിട്ടുമല്ലോ. അപ്പോൾ വിൻ്ററിൽ ഞാൻ സ്ഥിരമായിട്ടിടുന്ന ഒരു ഷൂ ആണ് ഇത്. ഒരു ബ്രൗൺ ഷൂ ആയിരുന്നു അതിന് മുന്നേ. അതിൻ്റെ ലേസ് കുറച്ച് കേട് വന്നപ്പോൾ ഞാൻ ഒരു ഷൂ വാങ്ങിയതാണ്. എനിക്കൊരു ചെറിയ കോംപ്ലക്സ് ഉണ്ട് കേട്ടോ ജീവിതത്തിൽ. ചെറുതല്ല, വലിയ കോംപ്ലക്സ് ആണ്. ഉള്ള വിചാരം ഇവള് ആരാണെന്ന് പറയുക, ഇവള് നടക്കുന്ന ഒരു കോണിയിലാന്ന് അവളുടെ വിചാരം. ഫുൾ ടൈം 7 അടി ഉയരാന്ന്. അങ്ങനെയല്ല, എനിക്ക് എന്താ പറയുക, വീട്ടിൽ അച്ഛനും അനിയനും ഒക്കെ നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഹൈറ്റിനോട് ചെറിയൊരു ഭ്രമമുണ്ട്. ഞാൻ വേണ്ടത്ര ഹൈറ്റിൽ എന്നൊരു തോന്നൽ, ഓരോരുത്തർക്കും ഓരോരോ ഇതുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹൈറ്റ് എന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു സംഗതിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അധികം എൻ്റെ ചെരുപ്പും ഷൂസും ഒക്കെ ഞാൻ ഹീൽസ് വരുന്നതാണ് വാങ്ങിക്കാറ്. എനിക്കത് ഇട്ട് കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ ഒപ്പം ഏകദേശം ഒരു ഹൈറ്റ് എനിക്ക് പിടിക്കാൻ പറ്റണം. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ ഷൂ വാങ്ങിക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അധികം ഷൂനും ഹീൽ ഉണ്ടാവാറുണ്ട്. ബ്ലോക്ക് ഹീൽസാണ് അധികം ഞാൻ വാങ്ങിക്കാറ്. കാരണം നമുക്ക് ഇട്ട് ഓടാനും നടക്കാനും ഒക്കെ എളുപ്പം. ഇതിട്ട് ഓടാറുണ്ടോ? അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബ്ലോക്ക് ഹീൽസാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു വിൻ്റർ ബൂട്ട്സ് ആണ്. ഇപ്പോൾ ഈ വിൻ്റർ തുടങ്ങിയതിന് ശേഷം ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇവിടെ നമ്മൾ മറ്റോടത്ത് പോയ സമയത്ത്, ഇത്തിരി പോയ സമയത്ത് വേറെ ഒന്നും ഉണ്ടായിരുന്നു, അപ്പോഴൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ പറയൂ ഇതിൻ്റെ പ്രൈസ്. ഏത് ബ്രാൻഡ് നിൽക്കും ഒരു ഐഡിയ ഇല്ല കേട്ടോ. 70 യൂറോ. 70. ഞാൻ കുടുംബത്തിന് നല്ല ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അതുകൊണ്ടാണല്ലോ ഇവിടെ അരി വയ്ക്കുന്നത്. ഇത് അന്ന ഫീൽഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇവിടെ കൂടുതൽ ഓഫറിൽ വരുന്ന ഒരു ബ്രാൻഡാണ്. എനിക്ക് അവരുടെ ഫുഡ് വെയർസ് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ അൽക്കയ്ക്കും ഒക്കെ വാങ്ങിച്ച് കൊണ്ടുപോകാറുള്ളൊരു ബ്രാൻഡാണ് അന്ന ഫീൽഡ്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 70 യൂറോ, 28 യൂറോ.
വാവ്, ഇതൊക്കെ നീ എവിടെ നിന്ന് എടുത്തോണ്ട് ഓടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. 28 യൂറോയ്ക്കാണ് ഞാനൊരു ഷൂ വാങ്ങിയിട്ടുള്ളത്. അത് ഓഫറിൽ വരുന്ന സമയത്ത് ഞാൻ നോക്കി വാങ്ങിക്കുന്നതാണ് കേട്ടോ. ഓഫറിൽ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 50 യൂറോസിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കഴിഞ്ഞൊരു കൊല്ലത്തെ സ്റ്റോക്കിന് വേണ്ടി നമ്മൾ ഈ ഒരു കൊല്ലം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. വെൽ ഡൺ. എപ്പോഴും ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തോളൂ. എന്നാൽ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യാതെ വാങ്ങിയ സാധനമുണ്ട്. അതാണ് ഈ ഒരു സ്നീക്കേഴ്സ്. കയ്യൊന്നും കഴുകണം കേട്ടോ, എത്ര അടുത്തൊന്നും ഷൂ പിടിക്കാൻ പറ്റില്ല. ആ വൃത്തിയോടൊന്നും ആയിട്ടില്ല. ആൾക്കാരെ കണ്ടാ ചോദിക്കും വെറുതെ കിട്ടിയതാണോ, ആ കോലാക്കിണ്ട് നീ ആ ഷൂ. ഇല്ല, ഇത് നോക്ക്, ഇത് എന്താണ് വൃത്തിയുള്ളത്, ഇതൊന്നും തുടച്ചു വെച്ചൂടെ? വിഷ്ണു ഇതിൽ എന്ത് വൃത്തിയാണ്, ഞാൻ തുടച്ചു വെക്കാറുള്ള ഷൂ ആണത്. നല്ല ചളിയുണ്ട്. നോക്കത്തില്ല എവിടെ ഇപ്പം അധികം ചളിയുള്ളത്. ഇതൊരു വൈറ്റ് ഷൂ ആണ്, ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 കൊല്ലമായിട്ടുണ്ട്. ഞാൻ എന്ത് അടിപൊളിയായിട്ടാണ് ഈ ഷൂ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര കളേഴ്സുള്ള ഷൂ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ് അതുകൊണ്ട് ബെഫല്ലോ. കാരണം അത് ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ഭയങ്കര കളർ വരുന്നൊരു ഷൂ ആണ്. അപ്പോൾ ആ ഷൂൻ്റെ വില അതിന് 70 യൂറോ. 70 യൂറോ ഉറപ്പിച്ചു. ഇതും ഞാൻ ഓഫർ നോക്കിയിരുന്ന് വാങ്ങിച്ചൊരു ഷൂ ആണ്. അതുകൊണ്ട് അതെനിക്ക് 65 യൂറോയ്ക്ക് കിട്ടി. അതിൻ്റെ ഒറിജിനൽ പ്രൈസ് 120 ആയിരുന്നു. 50% ഓഫിലാണ് ഞാനൊരു ഷൂ വാങ്ങിയത്. ആ ഷൂ ഒക്കെ ഞാൻ മാക്സിമം മുതലാക്കിക്കണു. പിന്നെ ഷൂ വാങ്ങിച്ച് ഷോക്കേസിൽ വെക്കാൻ പറ്റില്ല, ഉപയോഗിക്കണ്ടേ? ഇത്രയൊക്കെയാണ് സ്ഥിരമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ വിഷ്ണു ഇംപ്രസ്ഡ് ആവല്ലേ ചെയ്തത്? ഞാൻ ഭയങ്കര എക്കണോമിക്കൽ ഷോപ്പിംഗ് നടത്തുന്ന ഒരാളല്ലേ. പിന്നെ ഭയങ്കര ഇംപ്രസ്ഡ് ചെയ്യാൻ സീരിയസ്ലി. ഇവിടെ സത്യം പറയേ ആടോ അല്ലേ, ഞാൻ നല്ല ബഡ്ജറ്റ് ഷോപ്പിംഗ് ചെയ്യുന്ന ഒരാളാണ്. ഞാനപ്പോൾ അങ്ങനെ വലിയ, പക്ഷെ ഞാൻ കുറച്ചെണ്ണം വാങ്ങിക്കും കേട്ടോ. ആ ഒരു പ്രശ്നം എനിക്കുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ടൊരു ഷോപ്പിംഗ് എവേർഷൻ വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഞങ്ങൾ നാളെ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട്. കണ്ടതിന് ശേഷം വിവരം അറിയിക്കാം. ആ ഗുളികയുടെ പേര് ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരുന്നതായിരിക്കും. അല്ല, ഇപ്പോൾ ഒരു മാസമായിട്ട് തീരെ ഷോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഈ മാസം ഞാൻ ഒരു മുട്ടുസൂചി പോലും ഞാൻ വാങ്ങിയിട്ടില്ല ആണ് എൻ്റെ ഒരു ഓർമ്മ. ചിലപ്പോൾ അറിയാതെ ഒരു ടീഷർട്ട് ഞാനൊരു ഓർമ്മയ്ക്കുള്ള ഗുളിക കൂടെ തരാം നാളെ കേട്ടോ. ഇല്ല, അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ. പിന്നെ ഇതിൽ വേറൊരു കാര്യം പറയണം കേട്ടോ. എൻ്റെ ഇമെയിൽ വിഷ്ണുവിൻ്റെയിലും ലോഗ്ഡിനാണ്. നമ്മളിങ്ങനെ ഇപ്പോൾ ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ടും ഒക്കെ ഇപ്പോൾ എൻ്റെ ഇമെയിലും പല കാര്യങ്ങളും വിഷ്ണുവാണ് ചെക്ക് ചെയ്യാറ്. കാരണം ഞാൻ റെഗുലറായിട്ട് ഇമെയിൽ ചെക്ക് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാലും ഞാനിവിടെ ഓൾമോസ്റ്റ് എല്ലാ കടയിലും ഒരു മെമ്പർഷിപ്പ് എടുത്ത് വെച്ചതുകൊണ്ട് അതിൻ്റെ ബില്ല് അധികം നമുക്ക് ഇമെയിലാണ് വരിക. അപ്പോൾ ഇങ്ങനെ മുടി കളർ ചെയ്തിട്ടും മുടി വെട്ടിയിട്ടും ഒക്കെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വിഷ്ണുവിനോട് വെറുതെ ചോദിക്കും എത്രയായി എന്നൊക്കെ. അപ്പം ഞാൻ ഏകദേശം ഒരു വില പറയും. അത് വിഷ്ണുവിനെ ഇമ്പ്രസ് ചെയ്യുന്നൊരു വിലയായിരിക്കും. പക്ഷേ വിഷ്ണു അതിൻ്റെ ഒറിജിനൽ പ്രൈസ് കണ്ടിട്ടും ഒന്നും പറയാറില്ല അല്ലേ. അപ്പോൾ ചില കാര്യങ്ങളിൽ ചിലർക്ക് കുറച്ച് താല്പര്യം ഉണ്ടായിരിക്കും. ഇതൊന്നും എനിക്ക് മുന്നേ ചെയ്യാൻ പറ്റിയിരുന്ന കാര്യങ്ങളല്ല. കാരണം ഞാൻ മുന്നേ എൻ്റെ അച്ഛനും അമ്മയും ടീച്ചേഴ്സായിരുന്നു. അപ്പോൾ അവർക്ക് എൻ്റെ എഡ്യൂക്കേഷണൽ കാര്യങ്ങളിൽ തന്നെ അവർക്ക് അത്യാവശ്യം നല്ല എക്സ്പെൻസ് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് അങ്ങനെ ഒട്ടും എനിക്ക് ഷോപ്പിംഗ് ഇഷ്ടമാണെങ്കിലും ഓണത്തിനും വിഷുവിനൊക്കെ സമയത്താണ് എനിക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തുടങ്ങിയത്. ഒരു ജീവിതമല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണമെന്നും കൂടെയാണ്. എല്ലാം അല്ല, കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് ഒരു മാസം നമ്മൾ രണ്ടുപേരെയും സാലറി ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു എമൗണ്ട് ഈ പറഞ്ഞതുപോലെ പേഴ്സണൽ എക്സ്പെൻസിന് മാറ്റി വെക്കാറുണ്ട്. പിന്നെ വീട്ടിലെ എക്സ്പെൻസിന് മാറ്റി വെക്കും. പിന്നെ എന്തെങ്കിലും ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ താല്പര്യപ്രകാരം ഒരു എമൗണ്ട് മാറ്റി വെക്കും. പിന്നെ വീട്ടിലോട്ട് അയക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി വെച്ച് അതിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാറ്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ അങ്ങനെ ബ്ലാസ്റ്റ് ചെയ്ത് കളയുന്ന ഒരാളല്ല. അല്ലല്ലോ, ഡിസ്ക്ലെയിമർ ആയിരുന്നു അതെ. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഈ ഒരു ത്രെഡ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ പെട്ടെന്ന് അധികം പ്ലാൻ ഇല്ലാതെ ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ഇനി അടുത്തത് നമ്മൾ വിഷ്ണുവിൻ്റെ ഗസ് ദ പ്രൈസ് ആയിട്ട് വരുന്നതാണ്. വിഷ്ണു കുറച്ച് പ്രൊഡക്റ്റ് എടുത്ത് വെക്കി, എന്നിട്ട് ഞാൻ ഗസ് ചെയ്യും അല്ലേ. അതും വിഷ്ണുവിനായിരിക്കും ഗസ് ചെയ്യേണ്ടത്, കാരണം അത് ഞാനാണല്ലോ വാങ്ങിക്കുന്നത്. ഓക്കെ, ഭയങ്കര സൈലൻ്റ് ആയിരുന്നല്ലോ ഒന്ന്. എന്താ ഇംപ്രസ്ഡ് ആയിട്ടാണോ? ഞാൻ സൈലൻ്റ് ഒന്നുമില്ല, ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എപ്പോഴും ഞാൻ അങ്ങനെയാണ്. എനിക്ക് തോന്നിയിട്ടില്ല, വീട്ടിലിങ്ങനെ കത്തി കയറാറുണ്ടേ. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് ഇതിന് ശേഷം ദീപിച്ചിട്ട് അങ്ങോട്ട് ലഞ്ചിന് പോകണം. ഓൾറെഡി നമ്മൾ ലേറ്റ് ആണ്. അപ്പോൾ ഇറങ്ങാം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം വിഷ്ണുവിനായിട്ടുള്ള വീഡിയോ ഇനിയും വേണം. അപ്പോഴാണ് വിഷ്ണു വീഡിയോയിൽ കൂടുതൽ വരുള്ളൂ. തന്നെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക്. മതി, ഇഷ്ടപ്പെട്ടു, ധാരാളമാണ്. അല്ല, തന്റെ വർത്താനം കേൾക്കാനും ചിരി കാണാനും ഒക്കെ രസമാണ്. ഓക്കെ, ബൈ. അയ്യേ, ഞാൻ ആ ഷൂ ഇതാക്കി കൈ കൊണ്ട്